ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ജോൺ വിക്ക് വൈറ്റി. ഞാൻ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ടൈമിൽ പലപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഈ നമുക്കെന്തെങ്കിലും ബിൽഡ് ചെയ്യാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഭയങ്കര കുറവാണ്. ഞാനിപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇതിപ്പോൾ എൻ്റെ ഐഡിയയിൽ ഞാനൊരു കാര്യം ഇവിടെ ബിൽഡ് ചെയ്യുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ബാംബു ഫാമാണ്. ചെറിയൊരു ബാംബു ഫാം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഐഡിയയിൽ ഞാനൊരെണ്ണം ബിൽഡ് ചെയ്ത് കാണിക്കുകയാണ്. ഹോപ്പ് യു ഗൈസ് എൻജോയ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഇതാണ്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതേ ബാംബു ഫാം ഞാനതിൻ്റെ ഇപ്പുറത്തൊരു പണിയാണ്. ഇത് വേറെ ഒന്നുമല്ല, ഇത് ഞാനിവിടെ ഒരു ചെറിയൊരു ആഴത്തിൽ കാണിച്ചത്. അതിൻ്റെ ആഴം എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ഇതേ കണക്കൊരു എൻട്രൻസ് ബിൽഡ് ചെയ്തിട്ട് താഴോട്ട് സ്റ്റെയർ ഇറക്കി ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒരു 1 2 3 4 ബ്ലോക്ക് ഹൈറ്റിൽ ഒരു റൂം ഇതേ കണക്ക് ബിൽഡ് ചെയ്തു. അപ്പം ഇതാണ് ഇതിൻ്റെ മേളിൽ കണ്ട നമ്മളെ ബാംബു ഫാമിൻ്റെ ഒരു താഴത്തെ വീഡിയോ. ഇതേ കണക്ക് ഞാൻ തൊട്ടപ്പുറത്തോട്ട് ബിൽഡ് ചെയ്യാൻ പോവാണ്. ഇതെങ്ങനെ, ഇതൊരു സിമ്പിൾ ബാംബു ഫാമാണ്. ഈ കാർട്ട് എന്തിനാണെന്ന് ചിലവർ ചോദിക്കുമായിരിക്കും. കാർട്ടെന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിന് മേളിൽ ചില ബാംബൂസ് വീണാൽ അത് നമ്മുടെ ഈ ഹൂപ്പർ വഴി വരില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ മൈൻക്രാഫ്റ്റിൽ ഹൂപ്പർ വരുന്നത് നമ്മളിങ്ങനെ വെച്ച് കൊടുത്താൽ അത് നമ്മുടെ ഈ ചെസ്റ്റിലോട്ട് മറിച്ച് കാണിച്ചത് കണ്ടെന്നറിയില്ല. ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് ഇപ്പുറത്തോട്ട് ഞാൻ ഇപ്പോൾ ഒന്ന് ബിൽഡ് ചെയ്തതാണ്. ഇതേ കണക്ക് ഞാൻ അപ്പുറത്ത് ബിൽഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതിന് ആദ്യമേ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇവിടുന്ന് ഒരു 2 മൂലയിൽ നിന്ന് ഞാനൊരു 4 ബ്ലോക്ക് വിട്ടിട്ട് ഇവിടുന്ന് ഒരു 2 ബ്ലോക്ക് വിട്ടിട്ട് 1 2 3 4 5 6 7 17 ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഗ്രാസ് ബ്ലോക്ക് എടുത്തിട്ട് 2 സൈഡിലായിട്ട് വേറെ ഒന്നുമല്ല, അത് പൊളിക്കാൻ കാണിക്കാം. ഞാൻ ക്രിയേറ്റീവ് മോഡായിട്ടാണ് എനിക്കിതിങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. പൊളിച്ചിട്ട് ഞാൻ നോർമൽ മോഡിൽ ഇതിങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അത് നിങ്ങൾ പൊളിച്ചല്ലാതെ തന്നെ വെക്കണം. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് വൈറ്റ് കോൺക്രീറ്റ് എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഒരു ബ്ലോക്ക് താഴ്ത്തി ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് ഏകദേശം ഇങ്ങനെ വരും. അതിനുശേഷം ഈ ഗ്രാസ് ബ്ലോക്കിൻ്റെ ബാക്കിലായിട്ട് ഒരു റോ ഇതേപോലെ വെച്ച് കൊടുക്കുക. ഗ്രാസ് ബ്ലോക്കിൻ്റെ ബാക്കിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടുന്നതാണ് പിസ്റ്റൺ. ഇങ്ങനെ നമ്മൾ പിസ്റ്റൺ എടുത്തതിന് ശേഷം ഞാൻ ചെയ്യുന്നത്, ഇവിടെ നിന്നുകൊണ്ട് ഈ മേളത്തെ ഇടിച്ച് നോക്കി ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കും. പിസ്റ്റൻ്റെ പ്ലേസിങ് ഇങ്ങനെ വേണം വരാൻ നമ്മൾ വെക്കുമ്പോൾ. ഞാൻ എക്സാക്ട്ലി സെയിമായിട്ട് ചെയ്യാം. ഞാൻ ചെയ്യുന്നത് എന്തെങ്കിലും സ്പീഡായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പോസ് ചെയ്ത് അതൊന്നുകൂടെ റീവൈൻഡ് ചെയ്ത് കേട്ടിട്ട് ചെയ്യാവുന്നതാണ്. അത് വെച്ച് കൊടുക്കും. ഈ പിസ്റ്റൻ്റെ ബാക്കിലായിട്ട് ഒരു ലെയർ വൈറ്റ് കോൺക്രീറ്റ് വെച്ച് കൊടുക്കണം. വൈറ്റ് കോൺക്രീറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല, അത് ഏത് സ്റ്റോൺ വേണമെങ്കിലും നിങ്ങൾക്ക് വയ്ക്കാം. പിന്നെ കോബിൾ സ്റ്റോൺ ഏത് വേണമെങ്കിലും വയ്ക്കാം. ഓക്കെ, അത് വെച്ച് കൊടുത്തു. അതിനുശേഷം നമുക്കിനി വേണ്ടുന്നതാണ് ഒബ്സർവർ. നമ്മളിത് ഇപ്പുറത്തെ സൈഡിൽ ബാക്കിലോട്ട് വന്നിട്ട് അങ്ങോട്ട് നല്ല ഈ ഒരു റെഡ് ഉണ്ട ഇവിടെ, അതേപോലെ ഈ ഫേസിങ് ഇങ്ങോട്ട് പിസ്റ്റൻ്റെ സൈഡിലോട്ട് വരുന്ന രീതിക്ക്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തൊട്ട് ബാക്കിൽ വന്ന് നിന്നിട്ട് ആ പിസ്റ്റൻ്റെ ആ ഫ്രണ്ട് ഫേസിങ് വരുന്ന എഡ്ജിലോട്ട് നോക്കി ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇങ്ങനെ വെച്ച് കൊടുക്കും. നൈറ്റ് ആവുന്നു, നമുക്ക് ഡേ ആക്കാം. ഓക്കെ, ഡേ ആയി. അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ വെച്ച് കൊടുക്കുക. അത് വയ്ക്കുമ്പോൾ ഏകദേശം ഇങ്ങനെ ഇരിക്കും.
സെർവറിൻ്റെ എല്ലാ ഫേസിങ്ങും എൻ്റെ കണ്ണും മൂക്കെല്ലാം ഈ സൈഡിലോട്ട് വരുന്ന രീതിയിൽ ഇത് കണക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം സ്റ്റോൺ ടെസ്റ്റ് എടുത്തിട്ട് ഈ ഇരിക്കുന്ന വൈറ്റ് കോൺക്രീറ്റിന് മേൽ ചുമ്മാ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഓക്കെ, അതേപോലെ ഇപ്പോഴത്തെ സൈഡിൽ ഓക്കെ, അവിടെ അത് കഴിയും. വെള്ളം എടുത്തിട്ട് ഈ അറ്റത്ത് ഒന്ന് വെച്ച് കൊടുക്കും, അതേപോലെ ഈ അറ്റത്ത് ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പം നടുക്കൊരു ഇത് കണക്കൊരു ബ്ലോക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അത് നമ്മൾ പൊളിച്ച് കൊടുക്കുക. അതകത്തോട്ടുള്ള ഇതാണ് വരുന്നത്. അതിനുശേഷം ഞാൻ ചെയ്യാൻ പോണതെന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഞാൻ ഈ ഒരു സൈഡ് അടച്ചു കൊടുക്കും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പിസ്റ്റൺ ബാമ്പു ഹാർവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ പിസ്റ്റൻ്റെ പ്രഷർ കൊണ്ട് ചില ബാമ്പൂസ് ചാടി വലിക്കും. അത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സെറ്റ് ചെയ്യുന്നത്. ഇതിന് ശേഷം ചെയ്യാൻ പാടെന്ന് പറഞ്ഞാൽ ഞാൻ സൂപ്പർ എടുത്തിട്ട് നേരെ ഈ ഹോളിന് നേരെ വരുന്ന രീതിയിൽ വെച്ചെടുക്കും. ഇത് കണക്ക് വെച്ചു നമ്മൾ നേരെ താഴെ വന്നതിന് ശേഷം ഒരു ലെയർ വൈറ്റ് കോൺക്രീറ്റ് എടുക്കുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ വൈറ്റ് കോൺക്രീറ്റ് ഇങ്ങനെ അടിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇതിലെ ഇങ്ങനെ പോകുന്ന രീതിക്ക് വൈറ്റ് കോൺക്രീറ്റ് ഇങ്ങനെ അടിച്ചു കൊടുത്തു. അതിന് ശേഷം ഞാൻ ചെയ്യുന്നത് പറയാം, നമുക്ക് കയറാനും ഇറങ്ങുന്നതിൻ്റെ എളുപ്പത്തിനായിട്ട് ഞാൻ ഇവിടെ നിന്ന് സ്റ്റെയറും വെച്ച് കൊടുത്ത് നമുക്ക് ഇങ്ങനെ കയറാം. ഓക്കെ, ഏറ്റവും കോമ്പിനേഷൻ ഈ 3 ബ്ലോക്ക് എടുക്കുക. എന്നിട്ട് താഴോട്ട് നോക്കി ഹൂപ്പർ വയ്ക്കുക, ഒരു ഹൂപ്പർ വയ്ക്കുക, അതിൻ്റെ മുകളിൽ ഒരു ഹൂപ്പർ വയ്ക്കുക. എന്നിട്ട് മറ്റേ ഹൂപ്പറിലോട്ട് നോക്കി വേറൊരു ഹൂപ്പർ വയ്ക്കുക. അത് ഷിഫ്റ്റ് ഞെക്കിയിട്ട് വേണം ചെയ്യാൻ. ഹൂപ്പർ വയ്ക്കുക, ഇങ്ങനെ വയ്ക്കുക. അതേപോലെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ വെക്കണം. നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നില്ല. മാറ്റാം, ഇതെൻ്റെ ഒരു ചെറിയ ഐഡിയ ആണ്. അത് നമുക്ക് ഹൂപ്പർ വയ്ക്കുക, ഇങ്ങനെ വയ്ക്കുക, ഇങ്ങനെ വയ്ക്കുക. ചെറുതായിട്ട് കുടിക്കണം, നമുക്ക് ഇറങ്ങുന്ന രീതിയിൽ. ഈ ഹൂപ്പറിൻ്റെ ഇതുമായിട്ട് ജസ്റ്റ് എടുത്ത് ഇതേപോലെ വെച്ച് കൊടുക്കാം. വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ അടിയിലോട്ടൊന്ന് പോകേണ്ട കാര്യമില്ല. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ശേഷം അതിനകത്തോട്ട് നോക്കി ചെസ്റ്റിലോട്ട് നോക്കി ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഇതിനൊക്കെ 2 ഹൂപ്പർ വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇവിടെ ഒരു ജസ്റ്റ് ഇവിടെ ഒരു ജസ്റ്റ് ചെയ്യുക. ഇവിടെ ജസ്റ്റ് വെക്കും. എന്നിട്ട് അതിൻ്റെ ബാക്കിൽ പോയതിന് ശേഷം സൂപ്പർ എടുക്കുന്നു. താഴത്തെ ജസ്റ്റ് നോക്കി ഒന്ന് വയ്ക്കുന്നു, മേലത്തെ ജസ്റ്റ് നോക്കി ഒന്ന് വയ്ക്കുന്നു. അതേപോലെ താഴത്തെ ജസ്റ്റ് നോക്കി ഒന്ന് വയ്ക്കുന്നു, മേലത്തെ ജസ്റ്റ് വയ്ക്കുന്നു. സൈഡിൽ വന്നിട്ട് ഈ ഇരിക്കുന്ന ഹൂപ്പറിൻ്റെ സൈഡ് നോക്കി ഇങ്ങനെ വെച്ച് കൊടുക്കുക. അത്രയും പണി അവിടെ കഴിഞ്ഞു. അതിനുശേഷം നമുക്കിവിടെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് നിർത്തി കൊടുക്കാം. അതിനുശേഷം സ്റ്റെയർ എടുത്ത് നമുക്ക് സ്റ്റോറേജിലോട്ട് പെട്ടെന്ന് ഇറങ്ങിയൊക്കെ ചെയ്യും. അവിടുത്തെ പണി കഴിയും. ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഫോർവേഡ് റെയിൽ എടുക്കുന്നു, നോർമൽ റെയിൽ എടുക്കുന്നു. അതിനുശേഷം ഒരു ലിവർ എടുക്കുന്നു. ഒരു ലിവറല്ല, ഞാനിത് ഗോഡ് മോഡ് ആയതുകൊണ്ട് അങ്ങനെ ഫോർവേഡ് റെയിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഇതിൻ്റെ മേലോട്ട് വെച്ച് കൊടുക്കും. 4 കഴിഞ്ഞിട്ട് 3 ഫോർവേഡ് റെയിൽ ഇതിൻ്റെ ഒരു 4 കഴിഞ്ഞിട്ട് ഒരു 3 ഫോർവേഡ് റെയിൽ സാധാ റെയിൽ. ഇവിടെ വരുമ്പോൾ എഡ്ജ് വളയ്ക്കണമെങ്കിൽ സാധാ റെയിൽ തന്നെ വേണം. അതിനുശേഷം വീണ്ടും അവിടെ 4 ഇങ്ങനെ വരും. അതിനുശേഷം ഞാൻ ലിവർ എടുത്തിട്ട് ഈ പവർ റെയിൽ വയ്ക്കുന്നതിൻ്റെ ആദ്യം ഈ അറ്റത്ത് മുകളിലായിട്ട് വെച്ചിരിക്കുന്ന സ്റ്റോണിനകത്ത് വന്ന് ഓണാക്കുന്നതിൻ്റെ പവർ വന്നു. അതേപോലെ ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ സൈഡിൽ വന്നിട്ട് ഞാൻ ഓണാക്കുമ്പോൾ നമുക്ക് അവിടെ പവർ വരും. ഇവിടെ വന്ന് ഓണാക്കുമ്പോൾ പവറായി. ഇവിടെ വെച്ച് ഓണാക്കുക, ഇവിടെ വെച്ച് ഓണാക്കുക. അതേപോലെ ഇവിടെ വന്നിട്ട് പവറായി. ഇനി നമുക്ക് വേണ്ടുന്നത് മൈൻ കാർട്ടാണ്. മൈൻ കാർട്ട് സൂപ്പറുള്ള സാധനം, സൂപ്പർ കാർട്ട്. അതെടുത്ത് ഇതിൻ്റെ മേളിൽ വർക്ക് ചെയ്യാം. നമുക്ക് നോക്കാം. ഓക്കെ, അത് റൺ ചെയ്യാം. അതൊക്കെ വർക്ക് ചെയ്യാം. അതിൽ പോയിട്ട് നമുക്ക് ബാക്കിയായിട്ടുള്ള നമ്മുടെ ബാമ്പു എടുത്ത് വെച്ച് കൊടുക്കും. നമ്മൾ ബാമ്പു വെച്ച് കൊടുക്കും. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ നമ്മളിതിൻ്റെ മേളിൽ ഒരു ബാമ്പും വെച്ച് ജസ്റ്റ് ഒന്ന് അടിച്ച് കളഞ്ഞിട്ടു. നമ്മൾ മറ്റേ ഹൂപ്പർ വെച്ചിട്ട് ഇപ്പം കണ്ടോ സൈഡിലാണ് ബാമ്പു നേരത്തെ വീണത്. ഇങ്ങനെയുള്ള കേസുകളിൽ എടുക്കാൻ വേണ്ടി താഴെ ഹൂപ്പർ വയ്ക്കുന്നത്. അതുകൊണ്ട് ഇപ്പുറത്തും നമ്മൾ ബാമ്പു അപ്പുറമാണ് വീണത്. ആ ഹൂപ്പർ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ കണ്ടോ പോയി. അപ്പോൾ അതിനാണ് നമ്മൾ താഴെ ഹൂപ്പർ മെയിനായിട്ട് വയ്ക്കുന്നത്. ഇത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഗ്ലാസ് എടുത്ത് നമ്മളിവിടെ മറയ്ക്കും. എന്തിനാണെന്ന് വെച്ചാൽ വെളിയിലോട്ട് ബാമ്പു ഹാർവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ വീഴാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇത് കണക്ക് നമ്മളത് സെറ്റായിരിക്കും. ഇവിടെ ഇപ്പം ഹാർവെസ്റ്റിംഗ് ഇപ്പോൾ തുടങ്ങി കാണാം. താഴെ പോയി നോക്കാം. താഴെ നമ്മൾ വീഴുന്നുണ്ടോ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഇത് നമ്മൾ മേളിലെ സൂപ്പർ കാർട്ടിൽ വരുന്ന ഓക്കെ അത് വരുന്നുണ്ട്. അതേപോലെ ഇവിടെ മേളിൽ അല്ലാതെ വെള്ളത്തിൽ വീഴുന്നത് വരുന്നതാണ് ഇവിടെ. അതേപോലെ നമുക്ക് 2 ലെയറൊക്കെ മേളിലോട്ട് പണിയാം. 2 3 ലെയർ മേളിലോട്ട് പണിയാം. നമുക്ക് ഈ വെള്ളത്തിന് പകരം നമുക്ക് വേണമെങ്കിൽ ഫുള്ള് ഹൂപ്പർ വെച്ചും പണിയാം. പക്ഷേ അങ്ങനെ ഹൂപ്പർ വെച്ച് പണി കഴിഞ്ഞാൽ നല്ല രീതിക്ക് ലാഗ് കയറും, ലോഡ് എടുക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ വാട്ടർ വെച്ചിട്ട് മാക്സിമം ഹൂപ്പർ കുറച്ച് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം ഔട്ട് കിട്ടും.
അപ്പം എൻ്റെ വർക്കിംഗ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. നമുക്കിവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കണ്ടോ, ഇതേപോലെയാണ് നമ്മൾ ഈ ഒബ്സർവർ ഡിറ്റക്റ്റ് ചെയ്യും മേളിലോട്ട് വളർന്നു വരുന്ന ബാമ്പുവിനെ. അപ്പം അത് പിസ്റ്റൺ യൂസ് ചെയ്ത് അത് ഹാർവെസ്റ്റ് ചെയ്യും. എന്നിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് താഴെ നമ്മളെ മെയിൻ കാർട്ട് കൂപ്പർ ഉള്ള മെയിൻ കാർട്ട് അല്ലാതെ ഈ വാട്ടറിൽ വീഴുന്നത് നേരെ നമ്മുടെ ചെസ്റ്റിലോട്ട് പോയി അത് ഫില്ലും. എന്നിട്ട് താഴെ നിന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി. എന്തിനാ ഈ അണ്ടർഗ്രൗണ്ട് പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിലോട്ട് അത്രയും ഹൈറ്റിലോട്ട് പണിയണ്ട എന്നുള്ള ാണ് ഞാൻ മാക്സിമം എല്ലാം താഴോട്ട് ഞാനൊക്കെ അണ്ടർഗ്രൗണ്ട് പണി വയ്ക്കും. അപ്പം ഇതാണ് നമ്മളുടെ ബാമ്പു ഫാമിൻ്റെ വീഡിയോ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതെൻ്റെ ഒരു ആദ്യത്തെ വീഡിയോ ആണ്. ഇതിനകത്ത് എനിക്കധികം സംസാരിക്കാനൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ അത് വെച്ച് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. ഇതിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റാണ്. നമുക്ക് പോകെ എല്ലാം ശരിയാക്കാം. അപ്പം ഇതിൻ്റെ ഐഡിയയിലുള്ള ഒരു ചെറിയ ഫാമാണ്. ഇതിൻ്റെ വലിയ വെർഷൻ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം. ഇതിൻ്റെ വലിയ വെർഷനുണ്ട്. വലിയ വെർഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഈ വെള്ളത്തിന് പകരം കൂപ്പർ വെച്ചിട്ടുള്ള വലിയ അത് നമുക്ക് നല്ല രീതിക്ക് ഔട്ട്പുട്ട് കിട്ടും. നല്ല ഒരു 2-3 നിലയൊക്കെ നമുക്ക് മുകളിലോട്ട് ബിൽഡ് ചെയ്ത് ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് പംകിൻ ഫാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെയാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ, ബൈ.